പെണ്ണിന്റെ ഒരു നാണം. ഒന്ന് വിടൂ ചേട്ടാ, ഈ ചേട്ടന് ഒരു നാണമില്ല. പിന്നെ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണെ തൊടുന്നതിന് എന്തിനാ നാണിക്കണേ? അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി. ഓ, അതിന് നിന്റെ അനുവാദമൊന്നും വേണ്ട. ഈ ചേട്ടൻ മഹാ ചീത്തയായിപ്പോയി. ആരെങ്കിലും കാണുന്നുള്ള വിചാരം പോലും ഇല്ല. ഈ നാട്ടുകാർക്കൊക്കെ അറിയാം ഞാനാണ് നിന്നെ കെട്ടാൻ പോണെന്ന്. എടി, ഈ ലൈസൻസ് ഇല്ലാത്തവരും കാർ ഓടിക്കുന്നതിന് വേണ്ടി നിനക്ക് എന്ത് പറ്റിയ സൗദേ? തോന്നിയാസൊക്കെ കാണിച്ചിട്ട് എന്ത് പറ്റീനാ? എന്ത് പറ്റാനാ? മാസം 3 ഉള്ളതുങ്ങളെ തന്നെ വളർത്താൻ പാങ്ങില്ല. പിന്നെയും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഒരു കയ്യബദ്ധം പറ്റിപ്പോയി. അതിന് നീ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചാലോ? കയ്യബദ്ധം? നിങ്ങൾ എന്റെ മുമ്പിൽ പോണണ്ട. ജോലിയും പണിയും ചെയ്യാതെ അബദ്ധം കാണിക്കാൻ നടക്കണം. ഉള്ളതുങ്ങൾക്ക് എന്നെ വെച്ചു വിളമ്പാൻ തികയത്തില്ല. എന്റെ ദൈവമേ, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. എടി, ഇത് ദൈവം തമ്പുരാൻ തരണതാ. 2 കൈ നീട്ടി നമ്മൾ മേടിച്ചേ തീരൂ. പിന്നെ അച്ഛനും അമ്മയും ഒക്കെ ദാമുവേട്ടനെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കണമെന്ന് പറഞ്ഞിരിക്കുകയോ? നമ്മളെ വലയ്ക്കോ? ദാമുവേട്ടൻ എന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. എന്റെ സ്വന്തം ചേട്ടനെ പോലെയാണ് ദാമുവേട്ടൻ. ആശ്വാസം. അയ്യോ, തല്ലിപ്പുളി വരുന്നുണ്ട്, ഞാൻ പോണ്. പുളിങ്കൊമ്പിലാ പിടുത്തം. പിന്നെ ഞങ്ങൾക്ക് ഈ നാട്ടുകാർ ഓർമ്മ വേണം കേട്ടോ. ഇവളെ ഒന്ന് മെരിക്കെടുക്കണം. നിനക്ക് ആവശ്യം കഴിഞ്ഞിട്ടല്ലേ? നീ ഒന്ന് വിളിച്ചു നോക്ക്, കൂടെ പോരുമെന്നറിയാം. എനിക്കത് വരുമെന്ന് നോക്കട്ടെ. ഇയാൾ ഈ ഇടവകയിലുള്ള പെമ്പിള്ളേരൊക്കെ തീരെടുത്തേക്കണേന്ന് തോന്നുന്നു. മനസ്സിലായില്ല? അല്ല, ഞാൻ ഇവിടെ പറഞ്ഞതാ, സൂക്ഷിച്ച് സംസാരിക്കാം. ഇല്ലെങ്കിൽ അത് പിന്നെ അപ്പ കാണാം. അപ്പ കാണണ്ട, കണ്ടു. നല്ല മുഖം, ഒരു അടയാളം കൂടി ഉണ്ടെങ്കിൽ നന്നായി. സാറിന് എന്തെങ്കിലും പറ്റിയോ? സാരമില്ല.
എന്താ സാറേ കാര്യം? ചുമ്മാ ഒരു വാക്ക് കേൾക്കാം. ഏതായാലും ദാമു ഒന്ന് നന്നായി. നമുക്ക് ഡോക്ടറെ കണ്ടിട്ട് പോവാം. ഇതിന് പകരം വീട്ടിയില്ലെങ്കിൽ എന്റെ പേര് ബാബുന്നല്ല. ഞാൻ കാരണം എന്തൊക്കെ സഹിക്കേണ്ടി വന്നു. അതൊന്നും സാരില്ല, കരയാതിരിക്കും. കരഞ്ഞാൽ കാണാൻ ഒരു ഭംഗിയില്ല. സാർ, എന്താ ദാമു? ഇന്നലെ നമ്മുടെ എഞ്ചിനീയർ സാറിന് ചെറിയൊരു അബദ്ധം പറ്റി. എന്താ ദാമു? കാര്യമായിട്ടൊന്നുമില്ല. പുള്ളി ബാത്റൂമിൽ കാല് തന്നെ വീണു. ഞാൻ അറിഞ്ഞില്ലേ? കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇന്നലത്തെ നേരത്തെ പോയാൽ കൊള്ളാമെന്നുണ്ട്. ഓ, അതെന്താ? പൊയ്ക്കുള്ളൂ, നാളെ നേരത്തെ വരണം. ഓ, ഓക്കെ. സാർ, എന്താ ദാമു? പണിസ്ഥലത്ത് സാറിനെ കണ്ടില്ല. ആ സംഭവം മാനസികമായി എന്നെ ആകെ ഉലച്ചു കളഞ്ഞു. അതൊക്കെ മറന്നു കളയൂ സാർ. കോൺട്രാക്ടർ അറിഞ്ഞോ? ഇല്ല. ഞാൻ പറഞ്ഞത് ബാത്റൂമിൽ തന്നെ വേണമെന്നാണ്. അതേതായാലും നന്നായി. പിന്നെ നമ്മുടെ ജോലികളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ടല്ലോ? ഉണ്ട്. ആ, സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏതായാലും ഇതൊന്ന് മാറുന്നവരെ പുറത്തിറങ്ങി നടക്കാൻ പറ്റി. നാണക്കേടായിപ്പോയി. ഓ, അതൊന്നും സാരമാക്കാനില്ല. ഇനിയുമായി എന്തെങ്കിലും കുഴപ്പത്തിന് വന്നാലോ എന്നാ പേടി. സാറ് പേടിക്കണ്ട. ഇനി എന്തെങ്കിലും പ്രശ്നം അവൻ ഉണ്ടാക്കിയാൽ കോൺട്രാക്ടറുടെ മകനാണെന്നൊന്നും ഞാൻ കരുതില്ല. പ്രശ്നം വഷളാവാൻ നോക്കണം. സാറ് ധൈര്യമായിട്ടിരുന്നോ, ഞങ്ങളൊക്കെ ഇല്ലേ? ആ, ദാമു ഇരിക്കുന്നില്ലേ? ഇല്ല സർ, പണി കഴിഞ്ഞിട്ട് കുളിച്ചില്ല. ഞാൻ പോട്ടെ. ആ, ശരി. ഞാനൊന്ന് പുറത്തോട്ട് പോവാണ്, വരാൽപ്പം വൈകും. ആ, ഞാൻ ഒരാളെ കാണാൻ പോവാണ്. എടാ കള്ള, നീ 14 നമ്പർ കള്ള് ഷാപ്പിലേക്ക് പോവല്ലേ? അച്ഛന് പറഞ്ഞ മനസ്സിലാവില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? ചാത്തമ്മേ, ചാത്തമ്മേ, ഈ മനുഷ്യൻ എന്നെ ഒരിടത്തിരിക്കാൻ സമ്മതിക്കില്ല. ഇങ്ങോട്ട് നോക്കിയേ, എനിക്ക് 2 രൂപ കടം തരണം. ഞാൻ അടുക്കളയെ നോട്ടെടുത്തോണ്ടിരിക്കുകയല്ലയോ? താ വന്നെ ഇങ്ങോട്ട്. ഞാൻ 2 രൂപയല്ലേ ചോദിച്ചുള്ളൂ, നീ പിണങ്ങാതെ. കുടിച്ചു ബോധമില്ലാണ്ട് വരാനാ. കൊണ്ടുപോ. എല്ലാരും ചൊല്ലണേ, ഞാനും ചൊല്ലണേ. അളിയന്റെ വയറ്റിലെ കല്ലാടത്ത്, അളിയന്റെ വയറ്റിലെ കല്ലാടത്ത്. മക്കളെ, ഈ 14 നമ്പർ ഷോപ്പിലേക്കുള്ള വഴികളാ. ആ ബോർഡർ നിൽക്കുന്ന തെങ്ങോട്ട് മേലോട്ട് കയറ്. അപ്പൊ കാണാം. തനിയെ നടക്കാൻ വേല, പിന്നെ മെറ്റും കൂടി ചെന്ന കിളവിന്റെ കേറ്റൊന്ന് കാണേണ്ടത് തന്നെ. മക്കളെ, 58 വർഷം വേണായി കിളവൻ കയറാൻ തുടങ്ങിട്ട്. ഇത് എന്നോട് തന്നെ വേണോ മക്കളെ? അളിയോ, എങ്ങനെ ചിരിക്കാതിരിക്കും? അവിടെ കഴുക്കുണ്ട്, ഞാൻ പായ എടുത്തിടാം. നിന്റെ പായം വേണം, ഒരു കുന്തം വേണം. ഞങ്ങൾ ഇങ്ങനെ കിടന്നോളാം, അല്ലേ? എന്തിനാ ചേട്ടാ ഇങ്ങനെ കുടിപ്പിച്ച്? എടി ബായു, അത് എന്റെ അളിയനെ എന്നെ കുടിപ്പിച്ചില്ല, എന്റെ അളിയനെ ഞാൻ കുടിപ്പിച്ചു. ലക്ഷണം കണ്ടിട്ട് അങ്ങനെയല്ല തോന്നിയത്. അളിയോ, കേട്ടോ അളിയാ? അളിയന്റെ പെങ്ങള് പറഞ്ഞ കേട്ടാ? എന്റെ മാലു അതും പറയും, അതിനപ്പുറവും പറയും. വിട്ടളിയ, എന്റെ പെങ്ങള് കസ്തൂരിയില്ലേ, നിന്റെ ബായു അത് അവളാണെങ്കിലും ഇത് തന്നെ പറയാൻ പോണത്. ഞാൻ കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ട്, കൊണ്ടുവരട്ടെ? കൊണ്ടാണ്, കൊണ്ട കൊണ്ട. വരട്ടെ.
സത്യേട്ടാ പണ്ടൻ ഒരു ദിവസത്തെ കപ്പ കൂടെ എടുത്തില്ല അറിഞ്ഞോണ്ടടാ എന്റെ മാലിപ്പെണ്ണന്റെ ഗതികേട്. അറിയാ കപ്പ തിരാൻ എന്റെ ഭയങ്കര കഷ്ടകാലം.